ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിതയായ മാതാവിൻ്റെ തിരുനാളുകളുടെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ഈ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് നമുക്ക് രണ്ട് ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് നിർത്തി നമുക്ക് അനുഭവിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, സ്വർഗാരോപിത മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നമ്മൾ ഓരോരുത്തരും അറിയുന്നതും സഭ നമ്മളെ പഠിപ്പിക്കുന്നതും അതിൻ്റെ അർത്ഥവും എല്ലാം. എങ്ങനെയാണ് ഉയർക്കപ്പെടുക എന്നുള്ളതിൻ്റെ കാര്യമാണ് സുവിശേഷ ഭാഗത്തിൽ ആദ്യം നമ്മൾ കാണുക. എലിസബത്തിനെ പരിശുദ്ധി അമ്മ ചെന്ന് കാണുമ്പോൾ തൻ്റെ ഉദരത്തിലെ ശിശു അതീവ സന്തോഷത്തോടെ കുതിച്ചു ചാടുകയും കർത്താവിൻ്റെ അമ്മ എന്നെ കാണുവാൻ ഭാഗ്യം വന്നല്ലോ എന്ന് എലിസബത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ എലിസബത്ത് പറയുവാനൊരു അടയാളമായി. മറ്റാർക്കും അറിയാത്ത ഒരു വലിയ രഹസ്യം അവൾ എങ്ങനെ അറിഞ്ഞു കർത്താവിൻ്റെ അമ്മയാണ് എന്നുള്ളൊരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ അവളുടെ ഉദരത്തിലെ ശിശുവും ആനന്ദത്തോടെ കുതിച്ചു ചാടുവാനായിട്ടും അവളുടെ ആ സമയത്തെ എല്ലാ സന്തോഷവും ഉയരുവാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, അമ്മ വഹിച്ച ഈശോയുടെ സാന്നിധ്യം കൊണ്ട്. ഇവകളെ അതാണ് ഒന്നാമത്തെ ചിന്ത. സ്വർഗാരോപിതരാകുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം, നമ്മൾ വഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യം മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതീവ സന്തോഷം ഉയരുമ്പോഴാണ്, അതീവ ആനന്ദം ഉയരുമ്പോഴാണ്. നമ്മുടെ സാന്നിധ്യം എത്ര പേർക്ക് സന്തോഷകരമായി തോന്നാറുണ്ട്? നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് എത്ര പേർക്ക് മനോഹരമായി തോന്നാറുണ്ട്? അതോ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സങ്കടമായിട്ടാണോ തോന്നാറുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെ സാന്നിധ്യം കണ്ട ഉടനെ മറ്റുള്ളവർ പറയുവോ, അവൻ വന്നത് മൂലം എൻ്റെ ആത്മാവിൽ അതീവ സന്തോഷമുണ്ട്, എനിക്ക് ഉള്ളിൽ അതീവ സന്തോഷമുണ്ട് എന്ന് പറയുവോ? അതോ അവൻ്റെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് സങ്കടമല്ലാതെ വേറൊന്നും ആയിട്ടില്ല? മക്കളെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് നന്മയുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വഹിക്കേണ്ടത് ഈശോയെ. നമ്മുടെ ഉള്ളിൽ വഹിക്കേണ്ടത് ഈശോയെ. ഉള്ളിൽ ഈശോയെ വഹിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ആരുടെ മുൻപിൽ കടന്നു ചെന്നാലും നമ്മുടെ സാന്നിധ്യം അവർക്ക് സ്വർഗാരോപിത അനുഗ്രഹമായിരിക്കും. അവർ ഉയരുവാൻ സാധിക്കും ജീവിതത്തിൽ. രണ്ടാമത്തെ ചിന്ത എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുക. നിങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക്, പാവം പിടിച്ച ഒരു സ്ത്രീക്ക് എവിടുന്ന് കിട്ടി ഇത്രമാത്രം അറിവ്, ഇത്രമാത്രം സ്തോത്രഗീതങ്ങൾ നിരന്തരമായി പാടുവാനും നിരന്തരമായി പറയുവാനും എവിടുന്ന് കിട്ടി ഈ അറിവ്? ഈ സ്തോത്രഗീതങ്ങളിലെ എല്ലാ വചനങ്ങളും പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലെ ഓരോ വാക്കുകളാണ്, ഓരോ കാര്യങ്ങളാണ്. ഈ പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നിങ്ങളെ ഒരു സത്യം, പരിശുദ്ധി അമ്മ തിരുവചനത്തിലൂടെ കടന്നു വന്നവളായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. തിരുവചനം നിരന്തരമായി അവൾ വായിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്വർഗാരോപിത മാതാവിനെ സ്വർഗാരോപിത മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ, അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ കാണിച്ചു തന്ന കാര്യം തിരുവചനത്തോട് ചേർന്ന് നിന്ന് അവൾ തിരുവചനത്തിൽ ഉദരത്തിൽ വഹിക്കുകയും അതോടൊപ്പം തിരുവചനം നിരന്തരമായി വായിച്ചിരുന്നതിൻ്റെ അടയാളമാണ് അവളുടെ സ്തോത്രഗീതം. നമ്മൾ എല്ലാ ദിവസവും തിരുവചനം വായിക്കുവാനും തിരുവചനത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ നമുക്കൊന്ന് ചേർന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.